ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ പല ആളുകളുടെ ഒരു സംശയമാണ്, ഹൃദയത്തിന് ഇട്ടിരിക്കുന്ന സ്റ്റെന്റിന് എന്ത് സംഭവിക്കും, അത് ഇളകിപ്പോകും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്റ്റെന്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മൊത്തത്തിൽ മാറ്റിമറിക്കും. സത്യത്തിൽ സ്റ്റെന്റുകൾ നിങ്ങളുടെ രക്തധമനികൾക്കകത്ത് ഇരിക്കുന്ന ഒരു മെറ്റൽ ട്യൂബ് മാത്രമല്ല, അത് പതുക്കെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. സ്റ്റെന്റ് നിങ്ങളുടെ രക്തധമനികൾക്കകത്ത് ഇടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിൽ ഒരു വ്യക്തി ഒരു ചെറിയ കാർ ഒറ്റ കൈയിൽ പൊന്തിക്കുന്ന അത്ര ശക്തി, അത്രയും പ്രഷർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെന്റുകൾ രക്തധമനികൾക്കകത്ത് ഫിക്സ് ചെയ്യുന്നത്. ഇത്രയും കൂടിയ പ്രഷർ രക്തധമനികളുടെ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് നീക്കുന്നുണ്ട്. അതിനു പുറമെ ഈ സ്റ്റെന്റിലെ ഓരോ വള്ളികളെയും രക്തധമനികൾക്കകത്ത് ഇടിച്ച് കയറ്റുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്റ്റെന്റ് അവിടുന്ന് ഇളകണമെങ്കിൽ ഓപ്പൺ ആയിട്ട് സർജറി ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം. സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് തന്നെ നമ്മുടെ ശരീരം അതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയാണ്. രക്തധമനികൾക്കകത്തെ കോശങ്ങൾ ഒരു വള്ളി പോലെ സ്റ്റെന്റിനകത്തേക്ക് പടർന്നു കയറുകയാണ്. എന്ന് വെച്ചാൽ ജീവനുള്ള തൊലി സ്റ്റെന്റിനെ പൊതിയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കൊണ്ട് സ്റ്റെന്റിലെ ഓരോ മെറ്റലിനെ പൊതിഞ്ഞുകൊണ്ട് എൻഡോത്തീലിയൽ കോശങ്ങൾ ഒരു വാൾപേപ്പർ പോലെ കവർ ചെയ്യാണ്. പക്ഷെ ഇങ്ങനെ വാൾപേപ്പർ പോലെ പൊതിയുന്നത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ കറകൾ രൂപാന്തരപ്പെടും. സ്റ്റെന്റിനകത്ത് വീണ്ടും ബ്ലോക്ക് സംഭവിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റെന്റിലെ മെറ്റൽ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തടയാനാണ് പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികൾക്ക് രക്തം കട്ടി കുറക്കുന്ന മരുന്നുകൾ നല്ല ഡോസിൽ കഴിക്കേണ്ടതായിട്ട് വരുന്നത്. പലപ്പോഴും സ്റ്റെന്റിനകത്തു തന്നെയുള്ള ചില പ്രത്യേക മരുന്നുകൾ ആഴ്ചകളും മാസങ്ങളും ശരീരത്തിന്റെ ഓവർ റിയാക്ഷനെതിരെ പടപൊരുതുന്നു. പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറുകളുടെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളത്. സ്റ്റെന്റിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റലിന്റെ അളവ് വളരെ മിനിമം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ സ്റ്റെന്റുകളിൽ നിന്നും പ്രശ്നങ്ങൾ സംഭവിക്കുക സ്റ്റെന്റ് ഇളകിപ്പോയതുകൊണ്ടൊന്നല്ല, പകരം സ്റ്റെന്റിനകത്ത് ശരീരം തന്നെ റിയാക്ഷൻ കൂട്ടുന്നത് കൊണ്ടും റീസ്റ്റിനോസിസ് വരുന്നതുകൊണ്ടും രക്തം കട്ട പിടിക്കുന്നത് കൊണ്ടുമാണ്. ഇതൊക്കെ തടയാൻ ഒരുപാട് മരുന്നുകളുണ്ട്. അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നെഞ്ചിൽ പെട്ടെന്ന് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ ഇനി സ്റ്റെന്റ് ഇളകിപ്പോയിന്ന് ആരും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല.